അല്ല വിഷ്ണു, രാവിലെ പിടികൂടിയതാണല്ലോ, എന്തുകൊണ്ടാണ് ഇത്രയും സമയം ഈ ഫ്ലാറ്റിൽ തന്നെ ഇവരെ തുടരാൻ ഉണ്ടായ ഒരു സാഹചര്യം? മറ്റ് വിവരങ്ങൾ ശേഖരിക്കേണ്ടി ഉള്ളതിനായിട്ടാണ് അത് നോക്കിയിട്ട് കൃത്യമായ നടപടികൾ, ഞങ്ങൾ സീസ് ചെയ്ത പ്രോപ്പർട്ടീസ് സംബന്ധിച്ച് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കും. അല്ല, ഞങ്ങൾ കൃത്യമായ നിയമ നടപടി അതിനകത്തുണ്ടാവും. ഇത് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. പിന്നെ കഞ്ചാവ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രഷ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് OCB പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു വെയിങ് മെഷീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് 2-3 കത്തി, ഒരു സിക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ കൃത്യമായ നിയമ നടപടികൾ കൃത്യമായിട്ടുണ്ടാവും. സാർ, ഇത് നിലവിലെ നിയമം അനുസരിച്ച് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണോ, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം അല്ലാതെ കോടതിയിലേക്ക് പോകേണ്ടി വരുമോ? എന്തായിരിക്കും അത്? ഇപ്പം പറയാൻ കഴിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവരും മെഡിക്കൽ നടത്തി അവരുടെ ബ്ലഡും മറ്റു തരത്തിലുള്ള ബയോളജിക്കൽ സാമ്പിൾ എല്ലാവരുടെയും എടുത്ത് നടപടിയുണ്ട്. ഇല്ല, ലേഡീസ് ഇല്ല. ലേഡീസ് ആരും ഇപ്പോഴില്ല. 9 പേരുടെ സംഘത്തിൽ ഇവര് 4 പേര് മാത്രമല്ലേ പുറത്തിറക്കിയിട്ടുള്ളൂ? അല്ല, അത് അങ്ങോട്ടേക്ക് വാഹനത്തിന് സൗകര്യം കാരണം അപ്പുറത്ത് വലിയ ബസ് കിടപ്പുണ്ട്. ഇപ്പൊ തന്നെ അങ്ങോട്ട് എല്ലാവരും ഇറങ്ങും. ഇപ്പൊ നിലവിൽ 9 പ്രതികളുണ്ട്. 9 പ്രതികൾ. ഇതിൽ 3 പേർക്ക് നേരത്തെ കേസുള്ള ആളുകളാണ്. ഇയാളടക്കം നേരത്തെ കേസുള്ള NDPS കേസുള്ളതാണ്. ഈ പറഞ്ഞ ആൾക്കടക്കം ഈ ലഹരി കേസുള്ള ആളാണ്. ഈ ഇപ്പം നിലവിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത ഹിരൺ എന്ന് പറയുന്ന വേടനടക്കമുള്ള ആൾക്ക് 3 NDPS കേസുള്ളതാണ്. വേടനേരെ ഒരു കേസുണ്ട്. ഒരു കേസുണ്ട്, അതറിയാം. ഇടുക്കി ജില്ല. അതെ NDPS കേസുള്ള ഒരു കേസുള്ളതാണ് അയാൾ പറയാം. അത് വെരിഫൈ ചെയ്യണം. ആള് പറഞ്ഞ കഥയാണ്, അതൊന്ന് വെരിഫൈ ചെയ്യണം. അതെ, 3 പേർക്ക് അത് അവർ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അത് വെരിഫൈ ചെയ്യണം. അവർ ഏത് സ്റ്റേഷനിലെ കേസുണ്ടെന്ന് വെരിഫൈ ചെയ്യണം. ഒരു പിന്നെ ടൂത്ത് പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് ടൂത്താണ്. അത് ടൈഗറിൻ്റെ പുലിയുടെ പല്ലാണെങ്കിൽ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിയമ നടപടിയുണ്ട്. മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അതെ. ശരി. വേടനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്.